സന്തോഷായിട്ടുണ്ടാവും. അവനെ ഉറക്കൊഴിച്ചു സമാധാനമായിട്ട് അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ ഞായറാഴ്ച അങ്ങനെ വ്ളോഗ് ഇടാൻ താല്പര്യപ്പെടാറില്ല, കാരണം എല്ലാവരും ബിസി ഉള്ളൊരു ദിവസമായിരിക്കും ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഞാൻ ശനി ഞായറും കൂടെ ഉള്ള വ്ളോഗ് തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇപ്രാവശ്യം. തിങ്കളാഴ്ച എനിക്ക് എന്താ പറയുക, ഞായറാഴ്ച ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാനും എല്ലാം കൂടെ എനിക്ക് പറ്റിയില്ല. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്, സമാധാനമായിട്ട് പോകുന്നുണ്ട്. മഴയൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ ചാറിയിട്ട് പോവും, പാറിയിട്ട് പോവും. അപ്പോൾ ഒന്നൊരു തണുപ്പ് തോന്നും. പക്ഷേ ഭയങ്കര ചൂടുമാണ് കേട്ടോ ഇവിടെ. മഴക്കാലം എന്ന് പറയുന്ന ഒരു സംഭവം തോന്നാറില്ല. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അർജൻറ്റീന തോറ്റപ്പോൾ ആർക്കൊക്കെ സങ്കടം വന്നു, ആർക്കൊക്കെ ഹാപ്പിയായി എന്നുള്ളതും അറിയിക്കുക. ഞാൻ പൊതുവേ ഹാപ്പി ആയിരുന്നു, കാരണം ഭയങ്കര ഒരു ഞാനിനി അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ എന്നെ പൊങ്കാലയൊന്നും ഇടണ്ട, ഫെയർ ആയിട്ടുള്ള കളി ആയിരുന്നില്ല, അതുകൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അല്ലാണ്ട് എനിക്കൊരു ഫുട്ബോൾ ടീം അങ്ങനെയൊന്നുമില്ല. പിള്ളേർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഫ്രാൻസാണ്, എംബാപ്പെ എന്ന് പറയും കേട്ടോ. അത് എംബാപ്പെ എന്ന് പറയാനൊരു എംബാപ്പെ എന്നുള്ള പേര് പറയാനൊരു രസം അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ വേഗം ചായ ഉണ്ടാക്കി ചായ കുടിക്കുകയാണ്. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ഓക്കെ, പിന്നെ തിങ്കളാഴ്ചത്തെ വ്ളോഗുമാണ് ഇതിൽ ഞാൻ കുറച്ചായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അങ്ങനെ നമ്മളിതാ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രിഡ്ജിൽ നിന്ന് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് വേണം നമുക്ക് കുക്കിങ്ങൊക്കെ തുടങ്ങാൻ. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കണം. ശനിയാഴ്ച മോനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്ത് വയ്ക്കുകയും ചെയ്യണം. അതെടുത്ത് പുറത്ത് വെച്ചപ്പോൾ ബാക്കി അടുക്കി പെറുക്കി വെക്കേണ്ടതൊക്കെ ഒന്ന് വേഗം കൂടെ തന്നെ അങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചു. അപ്പം ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുമല്ലോ. എൻ്റെ ഫ്രീസറിൽ കുറേ മസാലകളും അത് ഇത് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ചില സമയത്ത് ഞാൻ കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ട് വരും. അപ്പോൾ ഞാനും ഫ്രീസറിൽ വയ്ക്കും കേട്ടോ. കടല, ചെറുപയർ നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കഴിഞ്ഞാൽ അത് കേടേ വരത്തില്ല കേട്ടോ. പിന്നെ നട്ട്സൊക്കെ ഞാൻ ഫ്രീസറിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ ഫ്രീസർ എപ്പോഴും ഫില്ലായിരിക്കും കേട്ടോ. എൻ്റെ നോൺ വെജ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ പുട്ടുണ്ടാക്കിയതിൽ 2 പുട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു മസാല പുട്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കം അതങ്ങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയുള്ളി ഇവിടെ നന്നാക്കി എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്, റെഡ് പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. ബാക്കി വന്നതിന് ഞാൻ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനി നമുക്ക് എഗ്ഗാണ് വേണ്ടത്. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉണ്ടാക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനതി. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അതൊക്കെ വായിക്കണം, റിപ്ലൈ കൊടുക്കണം അല്ലേ. എന്തെല്ലാം പരിപാടികളുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നോക്കട്ടെ കമൻറ്റ്സ് എന്താണ്. അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ട് നോക്കാം അല്ലേ. നല്ല എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ള മസാലപ്പുട്ടാണ്. ഇവിടെ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, വലിയ ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇച്ചിരി കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പിട്ടിട്ട് പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പൊടികളായിട്ട് ഞാൻ ആകെ മീറ്റ് മസാല മാത്രമാണ് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നത്, വേറൊരു മസാലപ്പൊടിയും ചേർത്തി കൊടുക്കുന്നില്ല. പിന്നെ ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്തിയാലും മതി കേട്ടോ. പിന്നെ ഇവിടെ 2 എഗ്ഗും കൂടെ ചേർത്തിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു സ്ക്രാമ്പിൾ പരുവത്തിലാക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് എഗ്ഗ് പൊട്ടിച്ച് ഇടാം. അപ്പോൾ ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇളകിക്കൊണ്ടിരിക്കും ഇത്. അതിൻ്റെ അടിഭാഗം ഇനി കറക്റ്റ് അല്ലാഞ്ഞിട്ടാണോ എന്നാവോ.
അപ്പോൾ ദാ വേഗം പുട്ടും കൂടെ പൊടിച്ച് ചേർക്കുക. എൻ്റെ ചട്ടി എപ്പോഴും ഇങ്ങനെ കറുത്ത് തിളങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ എണ്ണ അങ്ങനെ തേച്ച് മയക്കി എടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമല്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ പുട്ട് മൊത്തം ഉടച്ചങ്ങ് ചേർത്തി എടുക്കുന്നുണ്ട്. ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ് കേട്ടോ. ഞാനിത് കാര്യമായിട്ട് ഉണ്ടാക്കി അവനക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വിളമ്പിയതിൻ്റെയും പകുതിയെ കഴിച്ചുള്ളൂ കേട്ടോ. ചില സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും ഇതവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു, പക്ഷെ അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടില്ല. മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ പകുതിയെങ്കിൽ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സ്കൂളിലോട്ട് പോകുന്നു. ഉച്ചയാകുമ്പോഴത്തേന് തിരിച്ചു വരും. എക്സാമാണ്. ഇനിയിപ്പോൾ 2 എക്സാം മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ബോളിൻ്റെ ഫൈനലിൻ്റെ ഇത് പ്രകാരം എല്ലാ സ്കൂളും ഒഴിവായിരുന്നു. പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒഴിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച ക്ലാസ്സൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നോക്കുമ്പോൾ ലാസ്റ്റ് നിമിഷത്തിലാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് കേട്ടോ, ഒഴിവാണെന്നും പറഞ്ഞിട്ട്. ഹായ് ജിനി, വീഡിയോ സൂപ്പർ, കാണാൻ നല്ല രസമുണ്ട്, ന്യൂഡിൽസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കഹാനി ജിനിയുടെ സ്വന്തമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തമൊന്നുമല്ല, ഞാനൊരു പാർട്ട്ണറാണ് കേട്ടോ. അതിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ചേർന്ന് തുടങ്ങിയതാണ്. പക്ഷേ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അറിയാത്ത കുറേ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. എനിക്കതിലാകെ ഒരാളെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കെയർ ഓഫിലാണ് ഞാൻ കഹാനിയിലോട്ട് പോയത്. അവൻ്റെ കെയർ ഓഫിലാണ് വേറെ കുറേ ആൾക്കാർ, കുറേ മീൻസ് പാർട്ട്നേഴ്സ് കഹാനിയിലോട്ട് വന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ നല്ല ടേംസിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കഹാനിയിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. വീഡിയോ വരുമ്പോൾ ഞാൻ എന്തായാലും അപ്ലോഡ് ഷെയർ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. മീൻ കറിക്ക് കുടംപുളി എന്ന് പറഞ്ഞിട്ട് വാളൻപുളിയാണല്ലോ ചേർത്തത് എന്ന് പറയുന്നുണ്ട്. മൊത്തം ചില സമയത്ത് നമുക്ക് മിസ്റ്റേക്കൊക്കെ പറ്റും കേട്ടോ, അതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. അങ്ങനെ മോൻ പോയ ശേഷം ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഡീപ്പായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഓരോ റൂമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഓരോ റൂം ഒരു ദിവസം, അല്ലാണ്ട് നമുക്ക് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടാൽ നടക്കില്ല. പിന്നെ അത് ആദ്യം ബോധം പോവും, അങ്ങനെയായിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കാപ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം പഴയ പോലെ. 65 എന്തായാലും ഞാൻ ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പാലിൽക്ക് ഓട്സും കുറച്ച് പഞ്ചസാരയും പിന്നെ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഡേറ്റ്സൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഓട്സ് അല്ലേ, ഞാൻ വാക്കിംഗ് ചെയ്തിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ. ഓട്സ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ചൂടാറിയാലും. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ എടുത്തിട്ടൊന്ന് തൊലിച്ചവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാളൻപുളിയാണ് ഞാൻ മീൻകറിയിൽ ചേർത്തിയത് കേട്ടോ, കുടംപുളിയല്ല. ഇവിടെ കുടംപുളി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, നമ്മളങ്ങനെ വാങ്ങി വയ്ക്കാറില്ല. അതിൻ്റെ പുളി വലിയ താല്പര്യമില്ല കേട്ടോ. ചൂൽമാറ്റ് മുത്തേ, ഞാൻ എന്നും വിചാരിക്കും, നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരിക. ഞാനുണ്ടല്ലോ ഇങ്ങനെ നിന്നുകാണ്ട് അടിച്ചു വരുന്ന ആളല്ല, ഞാൻ മാക്സിമം കുമിഞ്ഞ് നിന്ന് അടിച്ചു വരുന്ന ആളാണ് ഞാൻ. പക്ഷേ വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ, ബോറാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ അടിച്ചു വാരിയ ശേഷം ഞാൻ ചൂലിനെങ്ങനെ കിടത്തി വെച്ചിട്ട് അടിച്ചു വരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ചൂല് തേഞ്ഞതൊന്നും അറിയാറില്ല കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ചൂല് തേഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ഞാൻ ആലോചിക്കാറ് തന്നെ കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർക്കും കഴിക്കാൻ കൊടുത്ത ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ഇനി ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വ്ളോഗ് നൈസാണെന്ന് പറയുന്നുണ്ട്. ഹായ് ജിനിത്ത, എല്ലാ ദിവസവും ഉച്ചവരെയുള്ള വീഡിയോ അല്ലേ എടുക്കാറ്, ഉച്ച മുതലുള്ളതൊന്ന് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിക്കാം. എനിക്കുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് മടിയാണ്. എന്തായാലും ഇതൊന്ന് കാണാം അല്ലേ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ മസാല 1 സ്പൂണ്, പിന്നെ ഇച്ചിരി കസൂരി മേത്തിയും
ടൊമാറ്റോ സോസും അതുപോലെ ഉപ്പും സോയാ സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിതിലോട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മസാല പിടിക്കും കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ ചിക്കൻ രസം ഉണ്ടാക്കി കേട്ടോ. കുറേ കാലമായി അത് ഉണ്ടാക്കിയിട്ട് ഞാനിതാ ഇവിടെ എണ്ണയിലോട്ട് ചെറിയ ജീരകം, പിന്നെ നമ്മൾ വറ്റൽമുളകും ചുവന്ന മുളകും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് കൊത്തി അരിഞ്ഞ ചിക്കൻ ചേർത്തി കൊടുക്കുക കേട്ടോ. ഞാൻ പാർട്സുകളാണ് എടുത്തേക്കുന്നത്, അത് കംപ്ലീറ്റ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതെന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകും ചെറിയ ജീരകവും അതുപോലെ നമ്മുടെ മുഴുവൻ മല്ലിയും പിന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അത് പൊടിച്ചതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തി ആ മസാലയൊക്കെ ചേർത്തി നന്നായി ഇളക്കിയിട്ട് ഞാനിവിടെ അടച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ പുളിയും തക്കാളി അരച്ചതാണിത്, അതും കൂടെ ചേർത്തിയെടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം മാത്രം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് അടച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പുളി വളരെ ലൈറ്റ് മതി കേട്ടോ. ചിക്കൻ റെസ്റ്റിലേക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാണ്. കുരുമുളക് മുന്തി നിൽക്കണം. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇച്ചിരി മല്ലിയിലൊക്കെ ഉണ്ട്, കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുക്കറിലോട്ട് ഒരു നാഴി അരിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചോറും ചോറിന് അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് ഒരു സ്പൂണും വെച്ച് അടച്ചിട്ട് ഈസി കുക്കിലാണ് വയ്ക്കാറുള്ളത്. എൻ്റെ അടുത്ത് ഏത് ബ്രാൻഡ് ഈസി കുക്കാണ് നല്ലതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ പ്രസ്റ്റീജാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്തിരി ബീട്രൂട്ട് ഉപ്പേരിയാണ് ഞാൻ ഇന്ന് വെച്ചത്. പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തൈര് വേണ്ടവർക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരു തക്കാളി, വലിയുള്ളി, കുക്കുംബർ, പച്ചമുളക്, ഉപ്പിട്ടിട്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചു. കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യണമെന്ന്. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നമ്മുടെ ഈ ഒരു ചട്ടി ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, എനിക്ക് പ്രൊമോഷന് വേണ്ടി അയച്ചതാണ്. നല്ല ചട്ടിയാണ്, കാസ്റ്റ് അയണാണ്, സൂപ്പറാണ്, കേട് വരത്തില്ല. എപ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നന്നായി തുടച്ചുകൊണ്ട് എണ്ണ തേച്ചിട്ട് മയക്കി വെച്ചാൽ മതി. നല്ല തിളങ്ങി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ വറ്റൽ മുളക് ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റിയെടുക്കാറുണ്ട്, അതിൽ തന്നെ വെക്കാറില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും ആ ചട്ടീൻ്റെ. അപ്പോൾ ഇതും റെഡിയായി. മോന് അപ്പോഴേക്കും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കഴിക്കുന്ന എൻ്റെ ലഞ്ച് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ പ്ലേറ്റിന് 4-5 പോർഷനാക്കി മാറ്റി വയ്ക്കുക. ആദ്യം വെജിറ്റബിളൊക്കെ വിളമ്പിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ചിക്കനും വിളമ്പിയിട്ടുണ്ട്. ഇത്രയും ചോറാണ് എടുക്കുന്നത്. പിന്നെ ചിക്കൻ രസം ഉണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 3 മാസത്തോളം കഴിച്ചു കഴിഞ്ഞാൽ ഏത് കുറയാത്ത തടിയും കുറയും കേട്ടോ. ധാരാളം വെജിറ്റബിൾ എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ. അത് മസ്റ്റാണ്. ഫ്രൂട്ട്സും പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ എൻ്റെ ലഞ്ചൊക്കെ അതാണ്. ഞാൻ എല്ലാവർക്കുള്ള ലഞ്ച് വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് തിങ്കളാഴ്ച രാവിലെ മുതലുള്ള വ്ളോഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. തിങ്കളാഴ്ച രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി വന്നിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ ഇപ്രാവശ്യം പോയത്. സേലത്തിലേക്കാണ് പോയത്. അപ്പോൾ അന്ന് മുതലുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ജിനി എനിക്കൊരു സംശയമുണ്ട്, വോയിസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കൊടുക്കുന്നതാണോ? അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് നമ്മുടെ വ്ളോഗ് എടുത്തിട്ട് VN-ൽ ഞാൻ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് വെക്കും. കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്യും, സ്ലോ മോഷൻ ആക്കേണ്ടത്, സ്പീഡ് ആക്കേണ്ടത് അതെല്ലാം കംപ്ലീറ്റ് ആക്കി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട് വോയിസ് ഓവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് ഓണാക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വീഡിയോ പോണതിനനുസരിച്ച് സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് 2 ഫോണുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ 2 ഫോണിലും ചാനൽ ഓപ്പൺ ആയതുകൊണ്ടും ഒരു ഫോണിൽ നിന്നാണ് ഞാൻ ഈ കമൻറ്റ്സ് ഇങ്ങനെ നോക്കുക, വായിക്കും, റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ഫോണുള്ളവർ എനിക്ക് തോന്നുന്നു കമൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം എണീച്ച് ചായ പരിപാടിക്ക് നിൽക്കുകയാണ്. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന രീതി കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ആ കറക്റ്റ് ഭാഗങ്ങളിൽ ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വരുന്നത്. വീഡിയോ ഓടുന്നതിനനുസരിച്ച് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടേയിരിക്കും.
പിന്നെന്താണ് ജിനി മോളെ ഈസി കുക്ക് ഏതാ നല്ലത് മോളേന്നൊക്കെ വിളിക്കുന്നത്. താങ്ക് യു. അപ്പോൾ മോളേന്നൊക്കെ പുറത്തുനിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഉമ്മ വിളിക്കും കേട്ടോ. സമാധാനമായിട്ട് അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മൺഡേ മോനിരുന്ന് ഫുള്ള് ഫുട്ബോളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവന് ശരിക്ക് ബ്രസീൽ ഫാനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫെയർ ആയിട്ടുള്ളൊരു കളി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അർജൻറ്റീന ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തോറ്റപ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ആഴ്ച വീഡിയോ കണ്ടിട്ടില്ല, തിരക്കിൽ പെട്ടുപോയി. വെയിറ്റ് എത്ര ആയെന്ന് ചോദിക്കുന്നുണ്ട്. 68 കിലോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ കസിന് വന്നപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടിയും തോന്നുന്നുണ്ട്, വീഡിയോയിൽ കുറച്ച് തടിച്ച പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും സന്തോഷം. ഇത്ര 70-ന് താഴെ ഞാൻ കുറച്ച് എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഇനി വീഡിയോ കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എഗ്ഗ് ട്രേയിൽ കടയിൽ ഇരിക്കുന്ന വണ്ടിക്കാരൻ്റെ അടുത്ത് വാങ്ങിയതാണോ എഗ് ട്രേയിൽ? എത്രയാ അപ്പോൾ റേറ്റ് പറയാമോ? അങ്ങനെ വാങ്ങുന്നത് അല്ലേ ലാഭം എന്ന് ചോദിക്കുന്നുണ്ട്. വണ്ടിക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതല്ല, നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അതിന് 460 430 അങ്ങനെ എന്തോ ആണ് കേട്ടോ 2 ട്രേ എഗ്ഗിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 രൂപ എന്തോ തന്നെ ഉള്ളൂ കമ്മി തോന്നുന്നു. ഒരു മുട്ടയ്ക്ക് ഇപ്പോൾ 8 രൂപയാണോ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 രൂപ തന്നെ ഉള്ളൂ കമ്മി ഉള്ളത്. അപ്പോൾ ഒരുമിച്ച് വാങ്ങിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകാണ്ട് എടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം പിന്നെ നമുക്ക് ആ പണിയില്ലല്ലോ. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ, എഗ്ഗ് കഴുകൽ ഭയങ്കര ടാസ്ക്കാണ് എന്നുള്ളത്. അങ്ങനെ ഇക്കാക്കുള്ള ഇഡലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇക്ക രാവിലെ തന്നെ പോകണു പറഞ്ഞു കേട്ടോ. ഒരു 8 മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാനാവുമ്പോഴുള്ളൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് വെക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആൾ റെഡിയായി വന്ന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ കോഫി ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ കോഫി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും വേണം. അവിടെ ഇരുന്ന് ഒരാൾ ഇന്നലത്തെ കളിയുടെ ഹൈലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത മസാലയിൽ കടലമാവായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതേ മുത്തേ, ഞാൻ കടലമാവാണ് അധികം യൂസ് ചെയ്യാറ്. കോട്ടിങ് പോവത്തേ ഇല്ല, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അത് പറഞ്ഞിട്ടാ യെല്ലോ കത്തണുണ്ടപ്പോൾ ഞാൻ ഗ്യാസ് തീർന്നു വിചാരിച്ചു. പക്ഷേ ഗ്യാസ് ഇത്രയും ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഈസി കുക്കിന് തന്നെയാണ്. ഇനി അങ്ങോട്ട് ഞാൻ അതിൽ പാല് തിളപ്പിക്കാനും ചോറും മാത്രമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഗ്യാസ് എത്ര നാൾ വരും എന്നുള്ളതൊന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അസ്സലാമു അലൈക്കും, സുഖമല്ലേ? എവിടെയായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഹബി അൻവർ. എന്തായാലും നിങ്ങളെവിടെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രസവമല്ല വയറുവേദനയാണ് ജിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ കുറേ ഹാർട്ടും ലവും അങ്ങനെ പല കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ കോഫി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചേർത്തിയിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മളിവിടെ എന്തുണ്ടാക്കുമ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുകയും ചെയ്യാറുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യണേ. Molina forward. And Molina again. He wants to miss. He's got time to think about it, Taylor Torres. He's easy to... Torres is on his way. ഇവർക്ക് ചാൻസ് കുറവാണ്. സ്പെയിൻ എത്ര ചാൻസ്? Loaded in by Martinez. Spain made first contact. Ferran Torres away. Spain are the champions. ഇല്ല ലാസ്റ്റ് എക്സ്ട്രാ ടൈമില് The Kings. സിറ്റി ചെയ്ത് മോമോസ് കഴിക്കാം. കാരണം അതുകൂടെ പോയാൽ ഊണ് തന്നെ കഴിക്കും.
പറയാൻ ചോറ് കുറച്ചേ കഴിക്കുന്നു, എന്നാലും ഊണാവുമ്പോഴേ ഓൾറെഡി തോറ്റു കഴിഞ്ഞിട്ടല്ല രാവിലെ ശരിക്കും അവർ 2 ഗോൾ അടിച്ചു, ഒന്ന് ഓഫ് സൈഡ് ആയിരുന്നു. അപ്പൊ ഓഫ് സൈഡ് ഇട്ടിട്ട് എന്തിനാ ഇതിട്ടത്? ആദര സൂചക, അയാൻ ആദര സൂചക. അയാ ഇതൊക്കെ ഒന്ന് വണ്ടിക്ക് വെക്കടാ. ചാമ്പ്യനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നലെ ഒരു ബോൾ എടുത്ത് അടിച്ചു വാങ്ങിച്ചു. അങ്ങനെ പോയി ഞാൻ ഇങ്ങനെ ചാടി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് പറ്റില്ല. ആ ഓക്കെ, ബൈ ബൈ. മെസ്സി മെസ്സി മെസ്സി. എന്നാലും നീ ഇന്ന് തോറ്റ ദിവസം തന്നെ ഇതിട്ടു. അവന് അർജൻറ്റീന ഫാനൊന്നല്ല കേട്ടോ, അവൻ റൊണാൾഡോ ആണ്. പക്ഷെ അവൻ ഇന്ന് എന്തിനാണ് ഈ ജേഴ്സി ഇട്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയാണ് ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ എവിടെ നെക്സ്റ്റ് സ്റ്റാർ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി ഇട്ടതാണ് ഇത്ര കേട്ടോ. അതെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇക്കയൊക്കെ പോയ ശേഷം ഇതാ വേഗം ഒന്ന് ഉള്ളിൽ കുറച്ച് പാകം കൂടി ഒന്ന് അടിച്ചു വാരുണ്ടായിരുന്നു, അതൊന്ന് വേഗം അടിച്ചു വാരി എടുത്തു കേട്ടോ. പിന്നെ ഓം ശാന്തി ഓശാന, അതെന്താണ് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും FBയിലാണ് കേട്ടോ അത് വന്നത്. അതുല്യ രാജേഷാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മുളക് ചട്നി അരക്കാമെന്ന് വിചാരിച്ചു, വേറെ ഒന്നും വേണ്ട വിചാരിച്ചു. പിന്നെ എഗ്ഗൊന്ന് പുഴുങ്ങാനും വേണ്ടി വെക്കണം. പിന്നെ സൂപ്പർ ഹാർഡ് വർക്കിംഗ് വുമൺ, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേര് സൂപ്പർ, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് FBയിൽ നമുക്ക് വളരെ കുറച്ച് കമൻസേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ കമൻസ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതൽ കമൻറ്റ് വരുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, വലിയ വ്ലോഗ് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഭൂരി പരത്തുമ്പോൾ എന്തിനാണ് പൊടി ഇടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയി. വെണ്ണ ആക്കിയിട്ടാണ് ഞാൻ സാധാരണ പരത്താറുള്ളത്. അതായത് കമൻറ്റ് ഇങ്ങനെയാണ്, പൂരിക്ക് പരത്തുമ്പോൾ എന്തിനാണ് പൊടിയിട്ട് പരത്തുന്നത്? എൻ്റെ ഹസ്ബൻഡ് എനിക്കും ഞാൻ അങ്ങോട്ടും റീൽ അയക്കാറുണ്ട്. അബുദാബിയിൽ ഒനിയന് നല്ല റേറ്റ് ആണെടോ, വാറിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഓക്കെ, സെയിം ഹിയർ, ഞാനും റീൽ അയക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ജിനി 3/4 മണിക്കൂർ എന്ന് തന്നെയാണ് അത്ര പറഞ്ഞത്. ഓക്കെ, സോറി മുത്തേ. ഹായ് മിനി, ഐ ആം മുസൈന, യുവർ ബ്ലോഗ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടിക്കണു. അപ്പോൾ എന്തായാലും മിനി അല്ല കേട്ടോ, ജിനിയാണ് എൻ്റെ പേര്. പിന്നെ സൂപ്പർ ബ്ലോഗ് പൂരി ചീനച്ചട്ടിയിൽ പൊരിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അങ്ങനെ തന്നെ പൊരിക്കാം കേട്ടോ. മോര് കറിയിൽ ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. റിഹാനക്ക് ഞാൻ കോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ കോഫി ചൂടാക്കിയത് കൊടുത്തു. പിന്നെ ഇന്ന് ലഞ്ചൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ ലഞ്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് നേരം പൂച്ചക്കുട്ടിയോടൊക്കെ എന്താ പറയുക, ഒന്ന് കൊഞ്ചിയൊക്കെ ഇരുന്നു. പൂച്ചൻ്റെ വിചാരം എനിക്കൊക്കെ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഒരു ക്യൂട്ടല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വേഗം ചായ റെഡിയാക്കി, ഇനി എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാം. വലുതായിട്ടല്ല, ഈ സമയത്ത് ആവാം. എനിക്ക് 14 വയസ്സിൽ എനിക്കായിട്ട്
ലെമീൻ ഞങ്ങൾക്ക് 14 വയസ്സിന് ബാഴ്സലോണയിൽ കയറി എന്ത് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ വേൾഡ് കപ്പും ജയിച്ചു. 14 വയസ്സിന് അവസരം കേക്ക് എന്റെ കയ്യിലാണല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്നെ വിളിച്ചപ്പോ എനിക്ക് ഈഗോ ഹർട്ടായി അല്ലേ? കണ്ണടച്ച് ആരും കാണൂലെന്ന് വിചാരം. ഞാൻ വർത്താനം പറയണ ആരും കാണുന്നുണ്ടോ എന്നറിയില്ല. ഹലോ, ഇവിടെ നോക്ക്. വേണ്ടടാ, എന്തെങ്കിലും അസുഖം വരട്ടോ. ഞാൻ ബാക്കി നടക്കണം. ഇത് അന്നത്തെ കൊറേ ഉണ്ട്. രാവിലത്തെ ആ വണ്ടിക്കാരനെ തന്നെ കാത്തുന്നു. ആ കുട്ടിനെ കിടക്ക് അവസാനം അതിന്റെ നഖം എന്തെങ്കിലും വഴി കഴിഞ്ഞാൽ ആശുപത്രിക്ക് നടക്കേണ്ടി വരുമോ? നിന്റെ വെയിറ്റ് അല്ല ചോദിച്ചേ. 8 കിലോ പോകാൻ പറ. അങ്ങനെ 2 ദിവസം എത്ര പെട്ടെന്ന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നതും പോയതും ഒന്നും അറിയാത്ത വിധം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഞായറാഴ്ച അത്യാവശ്യം കുക്കിംഗ് ഉള്ളതുകൊണ്ട് ഞായറാഴ്ച പോകുന്ന വഴി അറിയില്ല. പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞായറാഴ്ചത്തെ കുക്കിംഗ് എങ്ങനെയെങ്കിലും ഒന്ന് കമ്മിയാക്കിയിട്ട് മാക്സിമം ശനിയാഴ്ച രാത്രി തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ കേട്ടോ. പക്ഷേ ശനിയാഴ്ച രാത്രി ആകുമ്പോഴേ ഞാൻ ജിമ്മിന് പോവും. ഇനി അതൊന്ന് എനിക്ക് ടൈം ഒന്ന് സെറ്റ് ആക്കണം എന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ശനിയാഴ്ച ഒന്ന് ജിം കട്ട് ചെയ്യണം. ഇക്ക 2 വീക്സ് കൂടുമ്പോഴല്ലേ വരുന്നത്. അപ്പോൾ ആ വരുന്ന ടൈമിലുള്ള സാറ്റർഡേ ജിമ്മിന് പോവാതിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താലുള്ളൂ എനിക്ക് ഞായറാഴ്ചത്തെ ഈ ഒരു ബിസി സംഭവം ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബിസി ആയി പോകാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഞായറാഴ്ച മൊത്തത്തിലൊരു ബിസി. ശരിക്ക് ബിരിയാണി മാത്രം വെക്കുന്ന ഒരു ഞായറാഴ്ചയാണെങ്കിൽ ബിരിയാണി മാത്രം വെക്കുന്ന ആ രീതിയിലാക്കിയിട്ട് സൈഡുകളൊക്കെ നമുക്ക് ശനിയാഴ്ച തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയമുള്ളതുപോലെ തോന്നാറുണ്ട്. പിന്നെ ഞായറാഴ്ച രാവിലെ വളരെ ലഘുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് വളരെ ടൈം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഇത് അങ്ങനെയല്ല. നമ്മൾ ഞായറാഴ്ചയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. പിന്നെ പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച എൻ്റെ ഫോണൊന്ന് നേരാക്കാൻ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായിട്ടോ. ഞാനിനി ഞായറാഴ്ചത്തെ വ്ളോഗ് ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ അതുപോലെ ഞായറാഴ്ച ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പായസം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചീറ്റ് ഡേയും കൂടിയായിരുന്നു കേട്ടോ ഈ ഞായറാഴ്ച. ഇനിയിപ്പോൾ എല്ലാ ഞായറാഴ്ചയൊന്നും ചീറ്റ് ഡേ ഉണ്ടാവില്ല. ഇനി സത്യം പറഞ്ഞാൽ ഒരു മാസം എനിക്ക് വീണ്ടും പഴയ ആ ഡയറ്റിനെ ഫോളോ ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ ഇതിലെന്തായാലും കാണിക്കുക കേട്ടോ. എൻ്റെ കൂടെ കൂടണം എന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇനി ഒരു 3 കിലോയും കൂടി ഞാൻ വിചാരിച്ച വെയിറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. പ്രാവശ്യം വരുമ്പോൾ ഈ 2 ആഴ്ച ഭയങ്കര തിരക്കിയിട്ടുണ്ട്.